ഹായ് ഗൈസ്, വെൽക്കം ടു വീലേ. ഈസി മാത്സിൻ്റെ 9ാമത്തെ വീഡിയോ ആണ്. സാധാരണയായിട്ട് നമുക്ക് എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ നിന്നും വലുതും ചെറുതും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഓരോ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡുകളിലൂടെ അതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കും. എന്നാൽ ഈ ഒരു മെത്തേഡ്സിലേക്കൊന്നും പോകണ്ട. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഫ്രാക്ഷൻസ് തന്നിട്ട് അതിൻ്റെ വലുതും ചെറുതും കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് നമ്പേഴ്സ് വരെയാണ്. രണ്ട് ഭിന്നസംഖ്യകൾ തന്നാൽ അതിൽ വലുതേതാണ് ചെറുതേതാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? അതിനായിട്ട് നമുക്കിവിടെ ആദ്യമായിട്ട് രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. 3/5 കൂടാതെ 5/7. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സുകളിൽ ഏതാണ് വലുതെന്ന് മനസ്സിലാക്കാൻ നേരെ ഇതിനങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 7 3 21, 5 5 25. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറിന് മുകളിലാണോ വലിയ നമ്പർ വന്നിട്ടുള്ളത് അതായിരിക്കും ഈ രണ്ട് ഭിന്നസംഖ്യകളിൽ വലുത്. അപ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3നെ 7നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 7 എന്ന് പറയുന്നത് 21, അതുപോലെ തന്നെ 5 × 5 എന്ന് പറയുന്നത് 25. അപ്പോൾ ഏത് നമ്പറിന് മുകളിലാണ് വലിയ നമ്പർ വന്നിട്ടുള്ളത്? അത് 5/7 മുകളിലാണ്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൽ 5/7 ആണ് വലുത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് സെറ്റായിട്ട് ഈ രണ്ട് നമ്പേഴ്സിനെ എടുക്കുക. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സിനെ എടുക്കുകയാണ് 7/9 ഇൻറ്റു നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഏതുമായിട്ട്? 4/7. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 7 7 എത്രയാണ്? 49. അതുപോലെ തന്നെ 9 4 എത്രയാണ്? 36. അപ്പോൾ ഏത് നമ്പറിന് മുകളിലാണ് വലിയ നമ്പർ വന്നിട്ടുള്ളത്? നമ്മുടെ 7/9 മുകളിലാണ്. 7/9 മുകളിൽ 49 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൽ ഏതാണ് വലുത്? അത് നമ്മുടെ 7/9 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് ഭിന്നസംഖ്യകളിൽ വലുത് 5/7 ആണെന്ന് നമുക്ക് കിട്ടി. അവസാനത്തെ രണ്ട് ഭിന്നസംഖ്യകളിൽ വലുത് 7/9 ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് വലുത്? ഒന്നുമില്ല. ഇതിനെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇതിനെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 5/7 ഇൻറ്റു എത്രയാണ് നമുക്ക് വരുന്നത്? 7/9. ഇതിനിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 9 5 45, 7 49. സോ ഏത് നമ്പറിന് മുകളിലാണ് വലിയ നമ്പർ വന്നിട്ടുള്ളത്? അത് നമ്മുടെ 7/9 മുകളിലാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ഈ നമുക്ക് തന്നിട്ടുള്ള 4 ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ 4 ഫ്രാക്ഷൻസിൽ ഏതാണ് വലുത്? അത് നമ്മുടെ 7/9 ആണ്. വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യത്തെ ഇതിന് രണ്ട് ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഈ ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്തതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതിന് മുകളിലാണോ വലിയ നമ്പർ വരുന്നത് അതായിരിക്കും ആ രണ്ടെണ്ണത്തിൽ വലുത്. ദെൻ ആ വന്നിട്ടുള്ള രണ്ടെണ്ണത്തെ എടുത്തിട്ട് പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ ഏതിന് മുകളിലാണോ വലിയ നമ്പർ വരുന്നത് അതായിരിക്കും ഈ 4 നമ്പേഴ്സിൽ വെച്ചിട്ട് വലിയ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി നമ്മളോട് പറയുന്നത് സ്മോളസ്റ്റ്, ഇത് ചെറുത് കണ്ടുപിടിക്കാനാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇതേ മെത്തേഡ് തന്നെ ഇത് നേരെ റിവേഴ്സിൽ ചെയ്യുക. നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു, അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെറുത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3/9 ഇൻറ്റു 3/8. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 8 എത്രയാണ്? 24. അതുപോലെ തന്നെ 9 3 27. അപ്പോൾ 24 ആണോ 27 ആണോ ചെറുത്? 24 ആണോ? ഓഫ് കോഴ്സ് ചെറുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൽ ചെറുതെന്ന് പറയുന്നത് 3/9 ആണ്. ഇനി ദെൻ ഈ ഒരു സെക്കൻഡ് ഗ്രൂപ്പിനെ എടുത്തിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2/7 ഇൻറ്റു 5/11. അപ്പം 11 ഇൻറ്റു 2 എത്രയാണ്? 22. അതുപോലെ തന്നെ 7 5 എത്രയാണ്? 35. അപ്പോൾ ഇതിലേതാണ് ചെറുത്? നമ്മുടെ 22 ആണ്. 2/7 ആണ് നമ്മുടെ ചെറുത്, നമ്മുടെ 2/7. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് വരുന്നത് 3/9 ആണ് ചെറുത്. സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് വന്നത് 2/7 ആണ് ചെറുത്. അപ്പോൾ ഈ ചെറുതായിട്ട് വന്ന രണ്ടെണ്ണത്തെ എഗെയിൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 7 21. അതുപോലെ തന്നെ 9 2 18. ഓക്കെ, അപ്പോൾ ഏതാണ് ചെറുത്? 2/7 ആണ് നമ്മുടെ നമ്പേഴ്സിൽ ചെറുത്. ബിക്കോസ് നമുക്ക് ആദ്യത്തെ സെറ്റിൽ നിന്ന് വന്ന 3/9നെയും രണ്ടാമത്തെ സെറ്റിൽ നിന്ന് വന്ന 2/7നെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറിന് മുകളിലാണ് ചെറിയ നമ്പർ വന്നത്? അത് നമ്മുടെ 2/7 മുകളിലാണ്. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് വരും? 2/7 വരും നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്രാക്ഷൻസ് തന്നിട്ട് വലിയ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറിന് മുകളിലാണോ വലിയ നമ്പർ വരുന്നത് അതായിരിക്കും ആ രണ്ട് നമ്പേഴ്സിൽ വലുത്.
അതുപോലെ തന്നെ അത് ഫസ്റ്റ് സെറ്റിലും സെക്കൻഡ് സെറ്റിലും അതുപോലെ തന്നെ ചെയ്യുക. എഗെയിൻ അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സിനെ പരസ്പരം ഒന്നും കൂടി ചെയ്യുക. അതിൽ വലുത് വരുന്നത് ഏതായിരിക്കും? അതായിരിക്കും 4 എണ്ണം തന്നിട്ട് അതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ നമ്പർ കണ്ടുപിടിക്കാം. അതായത് 2 എണ്ണത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ ഏതാണോ ചെറുത് വരുന്നത് അതായിരിക്കും ആ 2 നമ്പേഴ്സിൽ ചെറുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സെറ്റിലും ഇതുപോലെ തന്നെ ചെയ്യുക. 2 എണ്ണത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ ഏതാണോ ചെറിയ നമ്പർ മുകളിൽ വരുന്നത് അതായിരിക്കും ആ 2 നമ്പേഴ്സിൽ ചെറുത്. ദെൻ നമുക്ക് അങ്ങനെ കിട്ടിയ നമ്പേഴ്സിന് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ നമ്പറിനെയും സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ നമ്പറിനെയും എഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറിൻ്റെ മുകളിലാണോ ചെറിയ നമ്പർ വരുന്നത് അതായിരിക്കും ആ 4 നമ്പേഴ്സിൽ ചെറുതായിട്ടുള്ളത്. നമുക്ക് വളരെ വേഗത്തിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിലും 1 മിനിറ്റ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും വീഡിയോയിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ നിങ്ങളത് ഡെഫിനറ്റ്ലി പറയുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.